ഹലോ ആൾ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ച PYQ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിലെ 10 ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇതിനു മുൻപുള്ള ക്ലാസ്സുകൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ക്രാഷ് കോഴ്സ് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റിൽ ഈ ചാനൽ കാണാൻ കഴിയും. എല്ലാവരും അതെല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാര്? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, രാഷ്ട്രപതി, ഗവർണർ. സംസ്ഥാന ഗവർണറാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSCയെ കുറിച്ച്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും സ്റ്റേറ്റ് PSCയെ കുറിച്ചൊക്കെ പറയുന്നത്. ആർട്ടിക്കിൾ 316 പ്രകാരമാണ് ഗവർണറാണ് സംസ്ഥാന കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് എന്നത് തീരുമാനിക്കുന്നത്. ആർട്ടിക്കിൾ 316 അത് പറയുന്നത്. അവർക്ക് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെയാണ് കാലാവധി. ഇതിലേതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചായിരിക്കും കാലാവധി ഉണ്ടായിരിക്കുക. ഇവരൊക്കെ നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിലും നീക്കം ചെയ്യാനുള്ള അധികാരം അത് പ്രസിഡന്റിന് മാത്രമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? കൽക്കത്ത, ഡൽഹി, ബോംബെ, ലാഹോർ. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിന്റെ അധ്യക്ഷത വഹിച്ചത്. സമ്മേളനം നടന്നത് 1929 ഡിസംബർ 29, 31 തീയതികളിലാണ്. ഈ സമ്മേളനത്തെ തുടർന്നാണ് 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കപ്പെട്ടത്. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ആദായ നികുതി പ്രകാരം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, കേന്ദ്ര ചരക്ക് സേവന നികുതി, സംയോജിത ചരക്ക് സേവന നികുതി. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയാണ് ഇന്ത്യൻ ആദായ നികുതി നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം കൂടിയാണ്. നികുതി ചുമത്തപ്പെടുന്നവൻ തന്നെ നേരിട്ട് സർക്കാർക്ക് ഈടാക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 265 ഈ നികുതിയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. അടുത്തത് നോക്കാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ലഭ്യമാക്കുക. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. ഈ 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റാണ്. 2006 ഫെബ്രുവരി 5 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. 10ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തായിരുന്നു ഈ പദ്ധതി നിലവിൽ വന്നത്. അതിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി വന്നത് എന്നൊക്കെ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്നത് 2009 ഒക്ടോബർ 2 2008 ഏപ്രിൽ 1 ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതി നടപ്പിലാക്കിയത്. കേരളത്തിലെ വയനാടും പാലക്കാടും ഒക്കെയായിരുന്നു ആദ്യം വന്നത്. ഓക്കെ, അടുത്തത് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഈ പറഞ്ഞ 3 കാര്യങ്ങളും സർക്കാരിന്റെ ധനനയവുമായി യോജിക്കുന്നതാണ്. കേന്ദ്ര മന്ത്രാലയമാണ് ഇന്ത്യയിലെ ധനനയം രൂപീകരിക്കുന്നത്. ധനനയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വരുമാനവും സമ്പത്തും തുല്യമായി വിതരണം ചെയ്യുക എന്നിവയൊക്കെ. അടുത്ത ചോദ്യം നോക്കാം.
2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആര്? കറണ്ട് അഫെയർ ആണ്. വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി. വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതരായ 35ാമത്തെ ആളാണ് വിക്രം മിശ്രി. ഓക്കെ. അടുത്ത ചോദ്യം, ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി? പ്രചോദനം പദ്ധതി, മന്ദഹാസം പദ്ധതി, പ്രതിഭ പദ്ധതി, പരിണയം പദ്ധതി. പ്രചോദനം പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പ് ഇതിനു വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ പല്ലുകൾ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള ധനസഹായം നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. അതുപോലെ കലാ, കായികം, ബോഡി ബിൽഡിംഗ് മത്സരങ്ങൾ എന്നിവിടേക്ക് വിവിധ മേഖലകളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ താല്പര്യങ്ങളും കഴിവുകളും തിരിച്ചറിഞ്ഞ് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ പദ്ധതി. അതേപോലെ ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹ ധനസഹായം നൽകുന്ന കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് പരിണയം. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ന്യൂഡൽഹി ആയിരുന്നു 2023 ഗ്രീൻ ഹൈഡ്രജൻ അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത്. 2023 ജൂലൈ 5 മുതൽ 7 വരെ ആയിരുന്നു ഈ സമ്മേളനം നടന്നത്. അടുത്തത്, എന്താണ് ക്യൂണിക്കൾച്ചർ? കൂൺ വളർത്തൽ, മുയൽ വളർത്തൽ, പക്ഷി വളർത്തൽ, കാട വളർത്തൽ. മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ എന്നറിയപ്പെടുന്നത്. കൂൺ വളർത്തൽ ഹെലിസി കൾച്ചർ എന്നാണ് ശാസ്ത്രീയമായിട്ട് അറിയപ്പെടുന്നത്. AV കൾച്ചർ എന്നാണ് പക്ഷി വളർത്തൽ അറിയപ്പെടുന്നത്. അതുപോലെ പട്ടുനൂൽ പുഴു വളർത്തൽ അതാണ് സെറികൾച്ചർ. തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ. മത്സ്യം വളർത്തൽ പിസി കൾച്ചർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. കോശകേന്ദ്രം കണ്ടെത്തി. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇതിൽ കോശകേന്ദ്രം കണ്ടെത്തി എന്നതാണ് റോബർട്ട് ബ്രൗണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ ആണ്. റുഡോൾഫ് വിർഷോ ആണ് കോശവിഭജനം നിരീക്ഷിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. എന്താണ് പിനങ്ക സബ്റ്ററേനിയ? ഒരു അപൂർവ ഇനം ഈന്തപ്പന, ഒരു ഇനം മുളവൃക്ഷം, മത്സ്യങ്ങളിലെ ഒരു ഇനം സൂര്യകാന്തി. ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് പിനങ്ക സബ്റ്ററേനിയ. ഓക്കെ, അപ്പോൾ ഏകദേശം 10 ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ട്സും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.